ഹായ് കൂട്ടുകാരെ, ഇന്നൊരു കടലപ്പരിപ്പ് പായസം വെച്ചാലോ? ഇതാട്ടോ കടലപ്പരിപ്പ്. ഇത് കഴുകി കുക്കറിൽ 6 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റുക. ഇനി നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം. അതിനായി ശർക്കര നല്ലപോലെ പൊടിച്ച് പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഈ പൊടിച്ച് വെച്ച ശർക്കരയിട്ട് നല്ലപോലെ അലിയുന്നവരെ ഉരുക്കിയെടുക്കുക. അത് കഴിഞ്ഞ് തേങ്ങ 1-ാം പാലും 2-ാം പാലായി സെപ്പറേറ്റ് എടുക്കുക. അത് കഴിഞ്ഞ് വേവിച്ച് വെച്ച പരിപ്പിലേക്ക് ഈ ശർക്കര പാനി ഒഴിക്കുക. അത് കഴിഞ്ഞ് 2-ാം പാൽ ഒഴിക്കുക. നല്ലപോലെ ഇളക്കി വെച്ചതിന് ശേഷം അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിനി 1-ാം പാൽ ഒഴിക്കാം. 1-ാം പാൽ ഒഴിക്കുമ്പോൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഏലക്ക പൊടിച്ചത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. പായസം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഇതുപോലെ ചൂടാക്കുക. അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇതുപോലെ അരിഞ്ഞിട്ട് നന്നായി ഇളക്കി നമുക്ക് മൂപ്പിച്ച് പായസത്തിലേക്ക് ഇടാം. പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യാം.